ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രം ട്രിവാൻഡ്രം ടു മധുരൈ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അച്ഛൻ എന്താ കാർ എടുക്കുകയാണ്. അച്ഛനെ നല്ല ഉറക്കമായിരുന്നു, അവരെ ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് യാത്രയും പറഞ്ഞ് നമ്മൾ അങ്ങ് ഇറങ്ങി. ഓക്കെ, അപ്പം നമ്മൾ ട്രാവൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഹസ്ബൻഡ് വീട്, ചേട്ടൻ്റെ വീട് വന്നിട്ട് ബാലരാമപുരമാണ്. ബാലരാമപുരത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം വന്നിട്ട് 5:20 PM ആണ്. അച്ചോട്ടാ ഒരു ഹായ് പറ. അച്ചോട്ടാ, നമുക്ക് എന്താണ് പ്ലാൻ? നമ്മുടെ പ്ലാൻ ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ലൊക്കേഷൻ നമ്മൾ നാഗർകോവിൽ ഫസ്റ്റ് ഒന്ന് റീച്ച് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാൻ. വൺസ് നമ്മൾ നാഗർകോവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഹൈവേ വളരെ എളുപ്പമാണ്. അപ്പം അതുവരെ നമുക്ക് എന്തായാലും ട്രാഫിക് കാണും. ഓക്കെ, നമുക്ക് അതിന് നാഗർകോവിൽ കഴിഞ്ഞിട്ടാണോ കുമാരകോവിൽ വരുന്നത്? കുമാരകോവിൽ നാഗർകോവിൽ അതിന് മുമ്പേ. അത് വന്നിട്ട് കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയത്തില്ല. അതിനോട് ചേർന്നൊരു കോളേജ് ഉണ്ടെന്ന് എനിക്കറിയാം, നൂറുൽ ഇസ്ലാം കോളേജ്. അതിനോട് തൊട്ടടുത്താണ്. തക്കല എന്നാണ് അതിന്റെ ലൊക്കേഷന്റെ പേര്. അതെ, തക്കല എന്നാണ് ലൊക്കേഷന്റെ പേര്. ഓക്കെ, നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇപ്പോൾ ഈ ട്രാഫിക്കിൽ നമുക്ക് പോകുന്നതിന് പ്രശ്നമില്ല. പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മൾ അവിടെ നമ്മുടെ സ്പോട്ടിൽ എത്തേണ്ട ടൈം ഇപ്പോഴേ കാണിക്കുന്നത് 11:16 ആണ്. നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് റൂമും കാര്യങ്ങളും എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിൽ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ദക്ഷിണ കൊടുത്തായിരുന്നേ. അപ്പോൾ അവിടെ നമുക്ക് പ്രസാദം കിട്ടി. ഇതാണ് പ്രസാദം. പഞ്ചസാരയും കുരുമുളകുമാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ കളിക്കാവിള എത്തിയിട്ടുണ്ട്. ഇതാണ് തമിഴ്നാട് ബോർഡർ. അതാ പോലീസ് കൈ കാണിക്കുന്നു. നമ്മളവിടെ 2 പോലീസുകാരെ പിടിച്ചു നിർത്തി ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സർക്കാർ നമ്മളെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം പോലീസൊക്കെ കുറച്ചുകൂടി അലേർട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ പണ്ടൊന്നും ബോർഡർ മാറുന്നതിനൊന്നും ചെക്ക് പോസ്റ്റ് പോലും ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോൾ വിജയ് വന്നതിന് ശേഷം അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം മേടിച്ചിട്ടാണ് നമ്മളെ ക്രോസ് ചെയ്യിപ്പിച്ചത്. നമ്മൾ ഇന്ന് കളിക്കാവിള പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാനായിട്ട്. നമ്മൾ കേരളത്തിൽ 115.50 പെട്രോളിൻ്റെ പ്രൈസ്. തമിഴ്നാട് വന്നപ്പോഴത്തേക്കും 108.98 ആണ്. ഓൾമോസ്റ്റ് 6 rupees ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഹൈവേ റീച്ച് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ റോഡ്. നമ്മളങ്ങനെ ഹൈവേ കയറിയിട്ടുണ്ട്. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. റോഡ് കൊള്ളാൻ അടിപൊളി. നമ്മൾ കുറേ ഡീവിയേഷൻ, ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ബോർഡ്സ് ഒന്നും പ്രോപ്പർലി അറേഞ്ച്ഡ് അല്ല. എനിവേ, നമുക്കിടയ്ക്ക് വഴിയൊക്കെ തെറ്റിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നൊന്നും കറക്റ്റായിട്ട് മെൻഷൻ ഇല്ല. ഇങ്ങനെ ഒരു ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി ഇറങ്ങി വരാനായിട്ട്. അല്ലെങ്കിൽ കൊള്ളാം, സൂപ്പർ റോഡ് കയറി അടിപൊളി. ഹൈവേ കയറിയതിന് ശേഷം വലിയ പാടായിരുന്നു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കുറേ ദൂരം വന്നപ്പോഴത്തേക്കും ഒരു കട കിട്ടി. അങ്ങനെ അവിടെ നമ്മൾ കയറി ചെട്ടിനാട് ചിക്കനും ചപ്പാത്തിയും ഓർഡർ ചെയ്ത്. ഹോട്ടലിൻ്റെ നെയിം വന്നിട്ട് തമിഴാച്ചി. ഒരു ഹോംലി ഫുഡ് വൈബാണ്. ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. നൈറ്റ് 12:30 ആയപ്പോഴത്തേക്കും ഹോട്ടൽ റീച്ചായി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഓട്ടോയിലാണ് മധുരമീനാക്ഷി ടെമ്പിളിലോട്ട് പോകുന്നത്. ഇതാണ് മധുര മീനാക്ഷി ടെമ്പിൾ. എന്ത് രസം നോക്കിയേ കാണാൻ. റെനോവേഷനൊക്കെ കംപ്ലീറ്റ് ആയി, പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടോ കാണാൻ. ഭയങ്കര ഭംഗി കാണാൻ. ഇതാണ് ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ്. ബെസ്റ്റ് എൻട്രൻസ് ആണിത്. ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ടെമ്പിളിൻ്റെ അകത്ത് കയറാനായിട്ട്. അലൗഡല്ല, ഫോണൊന്നും അലൗഡല്ല. നല്ലൊരു സുഗന്ധമാണ് കേട്ടോ ഈ ഒരു വഴി കൂടെയൊക്കെ നടക്കാൻ. ഓൾമോസ്റ്റ് 1 hour വേണ്ടി വന്നു ടെമ്പിൾ ഫുള്ള് കാണാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ. ഇവിടെ 2 പ്രതിഷ്ഠയാണുള്ളത്. ഒന്ന് പാർവതി ദേവിയും ഒന്ന് ശിവനും. അത് കൂടാതെ തന്നെ 1000 pillars എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് അവിടെ ഹിസ്റ്റോറിക് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും അവിടെ പോയി കഴിഞ്ഞാൽ. അത് മസ്റ്റ് വിസിറ്റ് ആണ്. നമ്മൾ എന്ത് കഴിക്കാനാണ് വന്നിരിക്കുന്നത്? പൊടിയുടെ
ഈ മുഴുക്കൻ ഇഡലി ഷോപ്പിലെ പൂരി ഇഡലി ട്രൈ ചെയ്യാനാണ് നമ്മൾ വന്നത്. നോക്കാം എങ്ങനെയാണ്. മധുര ഈസ് ഓൾസോ ഫേമസ് ഫോർ ഫുഡ് സ്പോർട്സ്, അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്ത ഫുഡാണ് പൊടി ഇഡലി. നല്ല രുചിയായിരുന്നു കേട്ടോ. ചമ്മന്തി 4 ഉണ്ടായിരുന്നു. തക്കാളി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പുതിന, പിന്നെ ഒരെണ്ണം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മസ്റ്റ് ആണ് മുരുകൻ ഇഡലി ഷോപ്പിലെ പൊടി ഇഡലി. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയത് തിരുമലൈ നായക്കർ പാലസിലാണ്. ഇതൊരു ഫേമസ് ഫിലിം ലൊക്കേഷനിൽ കൂടെയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കാൻ. നല്ല ഭംഗിയുണ്ട് കിടക്കണം. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ അടിപൊളി ലൊക്കേഷനാണ്. പഴയ രാജാവായതുപോലെ ഫീല് വരുന്നു. കാറ്റടിക്കുന്നു, മഴ പെയ്യാൻ പോകുന്നു, പറവകൾ പറക്കുന്നു. ഞാനായിരുന്നു പഴയ രാജാവ്. ഇതെന്തോ അച്ചോട്ടാ? സിംഹാസനം. സിംഹാസനം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഫുഡ് സ്പോട്ടിലെത്തി. സുൽത്താൻ എന്ന് പറഞ്ഞൊരു കടയാണ്. മട്ടൻ ബിരിയാണി ട്രൈ ചെയ്യാനാണ് വന്നത്. അടിപൊളി മട്ടൻ ബിരിയാണി. നോക്കിയേ, പീസൊക്കെ നോക്കിയേ, ഭയങ്കര സോഫ്റ്റ്, നല്ല രുചിയുണ്ട് കേട്ടോ. ഇത് ഓൾസോ മസ്റ്റ് ട്രൈ ആണ് മധുര വരെയാണെങ്കിൽ. സുൽത്താൻ എന്നാണ് കടയുടെ നെയിം കേട്ടോ. നെക്സ്റ്റ് ട്രൈ ചെയ്ത ഫുഡ് ബട്ടർ ബണ്ണാണ്. ഈ ഷോപ്പിൻ്റെ നെയിം വന്നിട്ട് ലക്ഷ്മി എന്നാണ്. ഇത് കുറച്ച് ദൂരം, 4 കിലോമീറ്റേഴ്സ് വരെ പോകണം മധുര ജംഗ്ഷനിൽ നിന്ന്. നോക്കിയത് ഇങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല രുചി കേട്ടോ. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോഴേ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഭയങ്കര ചൂട്, ആ ക്രീമൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് ട്രൈ ചെയ്തതാണ് തിരുനെൽവേലി ഹൽവ. നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. ദിസ് ഓൾസോ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ മധുര വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ലോഗുമായി കാണാം. നെക്സ്റ്റ് നമ്മൾ എവിടെ പോകുന്നു നിങ്ങൾ ഒരു കമന്റ് ഇട്ടാൽ മതി. നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, സീ യു.